ഗൈസ് വെൽക്കം ബാക്ക് അതിലെ വ്ളോഗ് ഗൈസ്. അപ്പോൾ ഇന്ന് നമ്മളുള്ളത് നമ്മൾ ട്രിവാൻഡ്രം ശംഖുമുഖത്താണ് ഗൈസ്. നമ്മൾ ചുമ്മാ ഇറങ്ങിയതാണ്, വീട്ടിലിങ്ങനെ വെറുതെ ഇരുന്നപ്പം പുറത്തിറങ്ങണമെന്ന് തോന്നി അങ്ങനെ ഇറങ്ങിയതാണ്. നോക്കിയപ്പോൾ വെട്ടമൊന്നുമില്ല ഗൈസ്. ഞാൻ പിന്നെ ഫ്ലാഷൊക്കെ ഓണാക്കി അഡ്ജസ്റ്റ് ചെയ്താണ് വീഡിയോ എടുക്കുന്നത്. നല്ല കടലിൻ്റെ ശബ്ദവും ഉണ്ട്. നിങ്ങൾ ഹെഡ്സെറ്റൊക്കെ യൂസ് ചെയ്ത് കേൾക്കുന്നതായിരിക്കും ബെറ്റർ. പിന്നെന്താണ്, ഈ നൈറ്റ് ഇറങ്ങാൻ ഒരു പ്രത്യേക വൈബാണ് ഗൈസ്, പ്രത്യേക സുഖമാണ്. സോ അങ്ങനെ ഇറങ്ങിയതാണ് ഞങ്ങളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നൈറ്റ് ഇറങ്ങാറുണ്ട് ഗൈസ്. ഇവിടെ ഇന്നിപ്പം നല്ല എന്തുവാണ് തിരക്കുണ്ടെന്ന് വെച്ചാൽ ആ സൈഡൊക്കെ നല്ല റൈഡും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഞാൻ പറയുന്നത് കേൾക്കാൻ പറ്റുന്നുണ്ടോ എന്നറിയില്ല. ബട്ട് നമ്മളിപ്പോൾ ബുള്ളറ്റിലാണ് ഗൈസ് വന്നിരിക്കുന്നത്. നമ്മളിപ്പം ടൂ വീലറിലായിട്ടാണ് വന്നിരിക്കുന്നത്. ടൂ വീലറിൽ വരാനാണ് നൈറ്റ് രസം എന്ന് പറയുന്നത്. അല്ലാതെ ഈ കാറിൽ വരുന്നൊക്കെ വൈബ് ഉണ്ട്, ബട്ട് എന്നാലും ടൂ വീലറിൽ വരുമ്പോൾ ഒരു വ്യത്യസ്ത വൈബാണ് ഗൈസ്. നല്ലൊരു രസമാണ്. അത്രയേ ഉള്ളൂ. ഇനി എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കാണിച്ച് തരുന്നതായിരിക്കും ഗൈസ്. ഇവിടെ ഇപ്പോൾ വെട്ടമില്ല, അതാണ് ഒരു മെയിൻ പ്രശ്നം. വെട്ടമുള്ള സ്ഥലം ഫുൾ തിരക്കാം. സോ നമ്മൾ ആ സെക്ഷനിലോട്ട് പോയിട്ടില്ല, ഇവിടെ വന്ന് നിൽക്കുവാണ്. കംപ്ലീറ്റ് അവിടെ വണ്ടികളാണ്. അപ്പോൾ നമ്മൾ നമ്മുടെ രാജാവിൻ്റെ കൂടെയാണ് വന്നിട്ടുള്ളത്. നമ്മളെ രാജാവ് എൻ്റെ കൂടെ കുറച്ച് ശിഷ്യന്മാരൊക്കെ ഇവിടെ ഇരിക്കുവാണ്. പിന്നെന്താണ്, ഇവിടെ നല്ല വെട്ടം ഇല്ല ഗൈസ്. അതാണ് ഞാൻ ഈ ഫ്ലാഷ് ഓണാക്കി എടുക്കുന്നത്. സോ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. എന്തായാലും ഹെഡ്സെറ്റ് യൂസ് ചെയ്ത് നിങ്ങളെല്ലാവരും കേൾക്കുക. എനിക്ക് അത്രേ പറയാനുള്ളൂ. ഹെഡ്സെറ്റ് യൂസ് ചെയ്ത് കേൾക്കുക. പിന്നെ കടലിനെ പറ്റി പറയുകയാണെങ്കിൽ മുമ്പത്തേക്കാട്ടി കുറച്ച് ബാക്ക് ഇറങ്ങിയിട്ടുണ്ട്. ബട്ട് പണ്ട് ഇത്രയല്ലായിരുന്നു. നമ്മൾ കുറച്ച് നടന്ന് പോയിട്ട് അവിടെ നിന്ന് ഇറങ്ങി കടൽ കാല് നനയ്ക്കണം അങ്ങനെയൊക്കെ ആയിരുന്നു. ബട്ട് ഇപ്പം 2024 ആയതുകൊണ്ടായിരിക്കാം കുറച്ച് ഫ്രണ്ടിലോട്ട് വന്ന് കിടപ്പുണ്ട്. മുമ്പ് മഴയായിരുന്ന സമയത്ത് ഇങ്ങ് അറ്റം വരെ ഉണ്ടായിരുന്നു. ഇപ്പോൾ കുറച്ച് ബാക്കിലോട്ടായിരുന്നു. പിന്നെ അത് കാണാൻ പറ്റത്തില്ല ഗൈസ്, ഞാൻ വെറുതെയാണ് കാണിക്കുന്നത്. സോ ഇവിടെ ഫുൾ കണ്ടില്ലേ, കാണാൻ പറ്റത്തില്ല നമുക്ക്. അപ്പോൾ അത്രയേ ഉള്ളൂ ഗൈസ്. നമ്മൾ ഇനി ബാക്കി ഞാൻ നേരത്തെ മാസ്ക് ഓപ്പൺ ചെയ്ത് സംസാരിക്കാൻ മറന്നുപോയി ഗൈസ്. പിന്നെയാണ് ആലോചിച്ചത് മാസ്ക് ഉണ്ടല്ലോ, നമ്മൾ സെൽഫി ആയിട്ട് എടുത്തിരുന്നെങ്കിൽ, അതായത് ക്യാമറ തിരിച്ചു പിടിച്ചെടുത്തിരുന്നെങ്കിൽ എനിക്ക് കാണുമ്പോൾ അറിയാൻ പറ്റുമായിരുന്നു. ബട്ട് ശ്രദ്ധിച്ചില്ല ഗൈസ്, ഞാൻ മാസ്ക് ഊരാൻ മറന്നുപോയി. അപ്പോൾ മാസ്ക് ഊരിയിട്ടാണ് ഞാൻ എടുക്കുന്നത്. അപ്പം നമ്മളെ സാധനങ്ങൾ ഹാൻസം ബോയ് ഗൈസ്, ഹാൻസം ബോയ്. അപ്പോൾ ഞാനും എൻ്റെ അനിയനും കൂടി ബുള്ളറ്റിൽ കയറി ഇരിപ്പുണ്ട്. ചുമ്മാ ഇരിക്കുവാ ഗൈസ്. ഈ റോഡിൽ അങ്ങനെ ഓട്ടിക്കാനൊന്നും പറ്റില്ല. ആളാടാ പിന്നല്ല, നമ്മൾ ഡൊമിനാറാണെങ്കിൽ പോയത് അത് കുഴപ്പമില്ല. ഡൊമിനാറാണെങ്കിൽ നമ്മളങ്ങനെ ഓട്ടിക്കൊന്നുമില്ല. അതൊക്കെ ഇല്ലീഗൽ അല്ലേ? അല്ലേ, ഇല്ലീഗൽ അല്ല അല്ലേ അല്ല. അപ്പോൾ നമ്മളിങ്ങനെ വണ്ടിയിൽ ചുമ്മാ ഇങ്ങനെ ഇരിക്കുവാ. അപ്പോൾ അത്രയേ ഉള്ളൂ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ കാണിക്കുന്നതായിരിക്കും. ഇവിടെ കുറച്ച് വണ്ടികളൊക്കെ പോകുന്നുണ്ട്, അവിടെ കുറച്ച് വണ്ടികളൊക്കെ പോകുന്നുണ്ട്. അവിടെ റൈഡിൻ്റെ ലൈറ്റൊക്കെ ഓഫ് ചെയ്തു. അപ്പോൾ നമുക്കിന്ന് പ്രൈവസി ഇല്ല ഗൈസ്. നമ്മൾ ബുള്ളറ്റ് കൊണ്ട് വന്നില്ലെങ്കിൽ ആരും കാണത്തില്ല, ലൈറ്റൊക്കെ ഭയങ്കര ഇതായിരിക്കും. ബട്ട് ഇപ്പോൾ അവിടെ നോക്കിയാൽ ഭയങ്കര ആൾ ഗൈസ്, ബുള്ളറ്റ് കൊണ്ട് വന്നപ്പോൾ. അപ്പോൾ അത്രയേ ഉള്ളൂ. ഞാൻ അങ്ങോട്ട് എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ കാണിക്കുന്നതായിരിക്കും. ഓക്കെ ഗൈസ്, നമ്മളങ്ങനെ കുറച്ച് നേരം അവിടെ ഇരുന്നു, ഫോട്ടോസൊക്കെ എടുത്തു, കുറച്ച് കോമഡിയൊക്കെ പറഞ്ഞു. അതിനുശേഷം ഞാൻ പറയുന്നുള്ളത് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല ഗൈസ്. ഈ കാറ്റും ഈ വണ്ടിയുടെ ശബ്ദവും പിന്നെ ഈ കടലിൻ്റെ ശബ്ദമൊക്കെ കാരണം, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ നിങ്ങൾ ഹെഡ്സെറ്റ് യൂസ് ചെയ്ത് കേൾക്കാൻ ഞാൻ നേരത്തെ പറഞ്ഞത്. സോ അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ പോവാം. നമ്മളങ്ങനെ ഇതാ ഫുഡ് കഴിക്കാൻ വന്നിട്ടുണ്ട്. നമ്മൾ വണ്ടി ഉള്ളത് കൊണ്ട് നമ്മൾ അകത്ത് കയറുന്നില്ല, കാരണം വണ്ടി പുറത്ത് ഒറ്റയ്ക്ക് ഇരിക്കണ്ടേ ഗൈസ്. അതുകൊണ്ട് നമ്മൾ അകത്ത് കയറാതെ നമ്മളിവിടെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിരിക്കുകയാണ്. ഞാൻ കഴിച്ചു. ഇനി ഞാൻ ഒരു ജ്യൂസ് മാത്രമേ കുടിക്കുന്നുള്ളൂ. ഞാൻ വീട്ടിൽ നിന്ന് കഴിച്ചുകൊണ്ടാണ് ഇറങ്ങിയത്. സോ അപ്പം അവർ ഓർഡർ കൊടുക്കാൻ പോയിട്ടുണ്ട്. അപ്പം ഗൈസ്, അനിയനും മമ്മിക്കും ഉള്ള സാധനമാണ് വന്നിട്ടുള്ളത്. ഇത് നമ്മുടെ ട്രിവാൻഡ്രം അട്ടക്കുളങ്ങരയാണ് ഗൈസ്. ഇവിടെ ബുഹാരി ഹോട്ടലുണ്ട്. അതുപോലെ നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് നമ്മുടെ കാനാപ്പീനയിലാണ്. കാനാപ്പീന ഹോട്ടലിലാണ്. അപ്പോൾ ഗൈസ്, ഞാൻ നല്ല ജ്യൂസ് പറഞ്ഞിട്ടുണ്ട്. നല്ല പൈനാപ്പിൾ ജ്യൂസ്, നല്ല തണുപ്പാണ്. വിത്തൗട്ട് ഷുഗർ അല്ലേ അതിൽ? വിത്തൗട്ട് ഷുഗറാണ്. ഞാൻ ഡയറ്റിലായതുകൊണ്ട് ഞാനങ്ങനെ ഷുഗർ ഐറ്റംസ് ഒക്കെ ഒഴിവാക്കിയിരിക്കുകയാണ്. കൊള്ളാൻ കഴിച്ചിട്ട് ടേസ്റ്റ്. അവൻ്റെ സാധനം അവൻ ഫുഡ് കഴിക്കുവാണ്. സോ ഞാനത് കുറിച്ച് തീർത്ത് പറയാൻ. അപ്പോൾ ഗൈസ്, അത്രയേ ഉള്ളൂ. ബാക്കി എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പിന്നെ നമ്മൾ വീട്ടിലേക്കാണ് നേരെ പോയത്. എല്ലാം ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം വീട്ടിലേക്കാണ് പോയത്. അപ്പോൾ അത്രയേ ഉള്ളൂ ഗൈസ്. അപ്പോൾ എൻ്റെ ബ്ലോഗ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ അത്രയേ ഉള്ളൂ ഗൈസ്, ബൈ.